കൂട്ടുകാരെ, 10th പുതിയ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 10th ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ആദ്യത്തെ ഇക്കായിയുടെ പേര് സഫറോം കി ജുഗൽബന്ദി, യാത്രകളുടെ സംയോജനം അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് ജേർണീസ്. ഇതിലെ ആദ്യത്തെ പാഠഭാഗം ഒരു ലഘുകഥയാണ്, ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. ലഘുകഥയുടെ പേര് ഖിഡ്കി എന്നാണ്. ഖിഡ്കി എന്ന് പറഞ്ഞാൽ വിൻഡോ ആണ്, ജനാല. ഇത് എഴുതിയിട്ടുള്ളത് അഞ്ജു കർബന്ദ ആണ്. അഞ്ജു കർബന്ദ കാ ജന്മ ദില്ലി മേ ഹുവാ. അഞ്ജു കർബന്ദ ജനിച്ചത് ഡൽഹിയിലാണ്. വേ അധ്യാപിക, ലേഖിക തഥാ റേഡിയോ കലാകാർ ഹെ. അവർ ഒരു അധ്യാപികയും എഴുത്തുകാരിയും റേഡിയോ ആർട്ടിസ്റ്റുമാണ്. ലഘുകഥ, കവിത, സംസ്മരൺ ആദി വിധാओं में വേ കാര്യരത് ഹെ. അവർ ഷോർട്ട് സ്റ്റോറീസും കവിതകളും ഓർമ്മക്കുറിപ്പുകളും എല്ലാം എഴുതാറുണ്ട്. ഉജ്ലി ഹോത്തി ബോർ, കിഞ്ച് ക്യാമ്പ്, ദില്ലി നോ ആദി പ്രകാശിത് കൃതിയാ ഹെ. ഉജ്ലി ഹോത്തി ബോർ, കിഞ്ച് ക്യാമ്പ്, ദില്ലി നോ എന്നുള്ളതൊക്കെ അവരുടെ കൃതികളാണ്. സാവിത്രിബായി ഫൂലെ സമ്മാൻ സെ വേ പുരസ്കൃത് ഹെ. സാവിത്രിബായി ഫൂലെ അവാർഡ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. ലെസൺ തുടങ്ങണേക്കാൾ മുമ്പ് ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. യ ഉദ്ഘോഷണ പഠേ. ഈ അനൗൺസ്മെൻറ്റ് വായിക്കൂ. യാത്രിയോ കൃപയാ ധ്യാൻ ദേ. गाड़ी नंबर 1634 तिरुवनंतपुरम से मंगलूर तक जाने वाली തിരുവനന്തപുരം മംഗളൂർ എക്സ്പ്രസ് പ്ലാറ്റ്ഫോം നമ്പർ 2 पर आ रही है. അപ്പോൾ ഇതൊരു റെയിൽവേ സ്റ്റേഷനിലെ സിറ്റുവേഷനാണ്. ഒരു അനൗൺസ്മെൻറ്റ് കേൾക്കുകയാണ്. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ 16348 തിരുവനന്തപുരം മുതൽ മാംഗ്ലൂർ വരെ പോകുന്ന തിരുവനന്തപുരം മാംഗ്ലൂർ എക്സ്പ്രസ് പ്ലാറ്റ്ഫോം നമ്പർ 2ലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ആദ്യത്തെ ചാപ്റ്റർ നോക്കാം. ഹോഷിയാർപൂർ സെ ഷാദി കാ ബുലാവ ആയാ ഥാ. ഹോഷിയാർപൂർ ഒരു സ്ഥലമാണ്. അവിടെ നിന്ന് കല്യാണത്തിനുള്ള ക്ഷണം വന്നിട്ടുണ്ടായിരുന്നു. ട്രെയിൻ സെ ജാന തയ ഹുവ. സർദി ഹൽക്കി ഹൽക്കി ദസ്തക് ദേനെ ലഗി थी, इसलिए सोचा चलो इस बार AC के बजाय जनरल कोच से सफ़र का आनंद लिया जाए. അപ്പോൾ ഹോഷിയാർപൂർ എന്ന സ്ഥലത്ത് നിന്ന് ആരുടെ കല്യാണത്തിൻ്റെ ക്ഷണം ഈ കഥയുടെ നരേറ്റർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ ട്രെയിനിലാണ് പോകുന്നത് അവിടേക്ക്. സർദിയ എന്ന് പറഞ്ഞാൽ വിൻ്ററാണ്. വിൻ്ററൊക്കെ പതുക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സാധാരണ അവർ AC കോച്ചിലാണ് പോകാറ്. പക്ഷേ ഇപ്രാവശ്യം ജനറൽ കോച്ചിൽ തന്നെ പോകാമെന്ന് അവർ തീരുമാനിച്ചു. पहले बीबी बच्चे जनरल से जाने पर कुछ नाराज़ हुए, पर फिर थोड़ी नानुकुर के बाद मान गए. दिल्ली से लगभग 8 घंटे का सफ़र, सीट बुक थी तो ज़्यादा परेशानी नहीं हुई. സാധാരണ AC കോച്ചിൽ പോകുന്നവർക്ക് ജനറലിൽ പോകാൻ ഇത്തിരി മടിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ജനറൽ കോച്ചിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ നറേറ്ററിൻ്റെ വൈഫും കുട്ടികളൊന്നും ആദ്യം സമ്മതിച്ചില്ല. അവർക്ക് ഇത്തിരി സങ്കടമായിരുന്നു. കുറച്ചൊക്കെ അവർ വേണ്ട പോകണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് സമ്മതിച്ചില്ല. എന്നാലും കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അവർ സമ്മതിച്ചു. ശരി എന്നാൽ ജനറൽ കോച്ചിൽ തന്നെ പോകാമെന്ന് അവർ തീരുമാനിച്ചു. ഡൽഹിയിൽ നിന്ന് ഈ ഹോഷിയാർപൂരിലേക്ക് 8 മണിക്കൂറത്തെ യാത്രയുണ്ട്. 8 ഘണ്ട എന്ന് പറഞ്ഞാൽ 8 മണിക്കൂറാണ്. അവർ സീറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അപ്പോൾ സീറ്റൊന്നും കണ്ടുപിടിക്കാൻ അത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ബച്ചോ നെ झट खिड़की वाली सीट झपट, सारा सामान सेट कर मैं और पत्नी बातों में मशगूल हो गए. കുട്ടികൾ വിൻഡോ സീറ്റിൽ പോയി ഇരുന്നു. വിൻഡോൻ്റെ അടുത്തുള്ള സീറ്റിൽ പോയിരുന്നു. എല്ലാ പെട്ടികളും സാധനങ്ങളും ഒക്കെ അടുക്കി വെച്ചിട്ട് ഞാനും എൻ്റെ ഭാര്യയും സംസാരത്തിൽ മുഴുകി. ദീദി ജമ്മു की शॉल ले लो, बहुत बढ़िया है. रंग बिरंगी शॉलों का भारी गटर उठाई एक सांवली सलोनी कजरारी आंखों वाली युवती പത്നി കോ ഇസ്രാർ കർണേ ലഗി. അപ്പോൾ അവർ ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു സൗണ്ട് കേൾക്കുകയാണ്. ദീദി ജമ്മു കി ഷോൾ ലേലോ. ദീദി എന്ന് പറഞ്ഞാൽ ചേച്ചി എന്നാണ് അർത്ഥം. ചേച്ചി ജമ്മുവിലെ ഷോൾ വാങ്ങിച്ചോളൂ. ജമ്മു കാശ്മീരിൽ പഷ്മിന ഷോൾ ഭയങ്കര ഫേമസ് ആണ് അല്ലേ. അങ്ങനത്തെ ഷോളായിരിക്കണം. അങ്ങനത്തെ ജമ്മുവിലെ ഷോൾ വാങ്ങിച്ചോളൂ. അങ്ങനെ വിൽക്കാൻ വരുന്ന ഒരു സ്ത്രീയാണ് വന്നിരിക്കുന്നത്. ഷോൾ വിൽക്കാൻ വരുന്ന സ്ത്രീ അവർ ഭാര്യനോട് പറയുകയാണ് ജമ്മുവിലെ ഷോൾ വാങ്ങിച്ചോളൂ, നല്ല ഷോളാണ്. നല്ല കളർ വെറൈറ്റീസ് ഉള്ള ഷോളിൻ്റെ ഒരു ബണ്ടിലുമായിട്ട് ഒരു കറുത്ത സുന്ദരിയായ സ്ത്രീ വന്നിരിക്കുകയാണ്. അവരുടെ കണ്ണിലൊക്കെ കൺമഷി എഴുതിയിട്ടുണ്ട്. സാവ്ലി എന്ന് പറഞ്ഞാൽ കറുത്ത എന്നാണ് അർത്ഥം. സലോനി എന്ന് പറഞ്ഞാൽ സുന്ദരി എന്നാണ് അർത്ഥം.
കജ്റാരി ആംഖോ വാലി എന്ന് പറഞ്ഞാൽ കൺമഷി എഴുതിയിട്ടുള്ള കണ്ണുകളോട് കൂടിയവൾ. കൺമഷി എഴുതിയിട്ടുണ്ട് അവൾ. കാണാൻ നല്ല സുന്ദരിയാണ്. അങ്ങനെയുള്ള ഒരു സ്ത്രീ ഷോൾ വിൽക്കാൻ വന്നിരിക്കുകയാണ്. കിത്നെ കി ഹേ? 2800 की. ഇത്തി മഹംഗി. അപ്പോൾ ഭാര്യ ചോദിക്കുകയാണ്, എത്രയാണ് ഇതിൻ്റെ വില? 250 എന്ന് പറഞ്ഞാൽ 250 എന്ന് തന്നെയാണ് അർത്ഥം. 250 രൂപ. ഒരു ഷോളിന് 250 രൂപ. ഢായി എന്ന് പറഞ്ഞാൽ 2.5 എന്നാണ് അർത്ഥം. 250 അല്ലെങ്കിൽ 250 എന്ന് പറഞ്ഞാൽ 250 എന്നാണ് അർത്ഥം. ഇത്തി മെഹങ്കി, ജ്യാദാ പീസ് ലോഗി തോ കം കർ ദൂംഗി. ഇത്ര വില കൂടിയതോ? ഇത്തി എന്ന് പറഞ്ഞാൽ ഇത്നി എന്ന് തന്നെയാണ് അർത്ഥം. ഇത്നി എന്ന് പറഞ്ഞാൽ ഇത്രയും വില കൂടിയതാണോ? ജ്യാദാ പീസ് ലോഗി തോ കം കർ ദൂംഗി. നിങ്ങൾ കൂടുതൽ പീസ് എടുക്കുകയാണെങ്കിൽ ഞാൻ പൈസ കുറയ്ക്കാം. ഒരെണ്ണം മാത്രം വാങ്ങുകയാണെങ്കിലാണ് 250 രൂപ വരിക. നിങ്ങൾ ഒരു 5-6 എണ്ണമൊക്കെ എടുക്കുകയാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ വില കുറയ്ക്കാം എന്ന് പറയണവർ. മുझे दुकान खोलनी है क्या? ले लो ना बहनों और भाभियों के लिए. എനിക്കെന്താ കട തുടങ്ങാനാണോ ഇത്രയും പീസൊക്കെ നീ വാങ്ങിക്കാൻ പറയണത്? എനിക്കൊന്നും പോരെ എനിക്കിടാൻ. അപ്പോൾ ഈ വിൽക്കാൻ വന്ന സ്ത്രീ പറയാണ്, വാങ്ങിക്കൂ, നിങ്ങളുടെ അനിയത്തിമാർക്കും വേറെ ബന്ധത്തിലുള്ള സ്ത്രീകൾക്കൊക്കെ കൊടുക്കാമല്ലോ വാങ്ങിച്ചു കഴിഞ്ഞാൽ. मैंने पत्नी को इशारा किया तो उसने आंखें तरेर कर मुझे चुप रहने का संकेत दिया. ഞാൻ ഭാര്യനോട് പറയാൻ പോയപ്പോൾ അവൾ ദേഷ്യത്തോടു കൂടി മിണ്ടാതിരിക്കുമെന്ന പോലെ എന്നെ നോക്കി. अच्छा 5 पीस लूँ तो कितने के दोगी? 200 रुपये पर पीस ले लेना दीदी. ശരി, അപ്പം ഞാൻ 5 പീസ് വാങ്ങിക്കുകയാണെങ്കിൽ എത്ര രൂപയ്ക്ക് തരും നീ? 200 രൂപയ്ക്ക് ഒരു പീസ് തരാം എന്ന് പറയാണ് അവർ. ആദ്യം 250 ആയിരുന്നു. ഇപ്പം 5 പീസ് വാങ്ങാന്ന് പറഞ്ഞപ്പോൾ 200 തരാമെന്ന് പറഞ്ഞു. ना 100 रुपये पर पीस. दीदी 100 तो बहुत कम है. कहते हुए उसका गला रूद गया और उसकी कजरारी आंखें भर आई. അതൊന്നും പറ്റില്ല, എനിക്ക് 100 രൂപയ്ക്ക് ഒരു പീസ് തരണം എന്ന് പറയാം. ചേച്ചി പക്ഷെ 100 രൂപയൊക്കെ വളരെ കുറവാണ് എന്ന് പറഞ്ഞിട്ട് ആ വിൽക്കാൻ വന്ന സ്ത്രീയുടെ കണ്ണ് നിറയാണ്. അവരുടെ തൊണ്ടയൊക്കെ ഇടറാണ്, കരച്ചിൽ വരണ പോലെ. रंग पसंद कर लो. कुछ सोचते हुए उसने कहा और गटर पत्नी के सामने सरका दिया. ശരി, 100 വേണ്ട 200 വേണ്ട, 150-ന് ഒരു പീസ് എന്ന് ഭാര്യ പറയാണ്. ശരി ചേച്ചി, ഇഷ്ടമുള്ള കളർ എടുത്തോളൂ എന്ന് വിൽക്കാൻ വന്ന സ്ത്രീ കുറച്ച് ആലോചിച്ചിട്ട് പറയാണ്. എന്നിട്ട് ഭാര്യയുടെ മുമ്പിലേക്ക് ആ ഷോളൊക്കെ വെച്ചിരുന്ന ബണ്ടിൽ നീക്കി കൊടുക്കുകയാണ്. പത്നിനെ 5 ഷോളെ അലഗ് കർ ലീ और मेरी और देख रुपये देने का इशारा किया. ഭാര്യ 5 ഷോൾ എടുത്തിട്ട് എന്നെ നോക്കി, പൈസ തരൂ എന്നുള്ള പോലെ എന്നെ നോക്കി. मैंने झट 750 रुपये निकाल कर दे दिए. ഞാൻ പെട്ടെന്ന് തന്നെ 750 രൂപ എടുത്തു കൊടുത്തു. उसके जाने के बाद रास्ते भर पत्नी की सुई इसी बात पर अटकी रही. वो एक बार में ही 150 में मान गई. गलती की, थोड़ा तौल मोल और करना चाहिए था. ആ വിൽക്കാൻ വന്ന സ്ത്രീ തിരിച്ചു പോയിട്ടും ഭാര്യ വീണ്ടും അതേ കാര്യം തന്നെ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ഭാര്യ അതിൽ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ പെട്ടെന്ന് തന്നെ ഒറ്റ പ്രാവശ്യം പറഞ്ഞപ്പോൾ തന്നെ 150-ൽ കച്ചവടം ഉറപ്പിച്ചു. ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി, കുറച്ചും കൂടി ബാർഗെയിൻ ചെയ്യണമായിരുന്നു എന്ന് പറയാണ് ഭാര്യ. और मेरी सुई अतीत में जा अटकी थी. പക്ഷേ എൻ്റെ ശ്രദ്ധ ഇവൾ പറയണതിലൊന്നുമല്ല, പണ്ടുള്ള കുറച്ച് കാര്യങ്ങളിലാണ് ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. बेटी को गोद में बिठा रेलगाड़ी की खिड़की से झांकता मैं सोच रहा था. मेरे पिता भी रेलगाड़ी में सामान बेच जब थके हारे घर आते तो उनकी आंखों में भी वही नमी थी जो आज उस युवती की आंखों में थी. മകളെ മടിയിലിരുത്തിക്കൊണ്ട് ഞാൻ ട്രെയിനിൻ്റെ ജനാലയിലൂടെ പുറത്തു നോക്കിക്കൊണ്ട് ആലോചിക്കുകയായിരുന്നു. എൻ്റെ അച്ഛനും ട്രെയിനിൽ സാധനങ്ങൾ വിൽക്കാൻ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഈ നറേറ്ററുടെ അച്ഛനും ഈ സ്ത്രീ സാധനങ്ങൾ വിൽക്കുന്ന പോലെ തന്നെ ട്രെയിനിൽ സാധനങ്ങൾ വിറ്റാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം തിരിച്ചു വരുമ്പോൾ എപ്പോഴും കണ്ണൊക്കെ ഇത്തിരി നിറഞ്ഞ പോലെയാണ് ഇരിക്കുക. ഇന്ന് വന്നു പോയ ആ സ്ത്രീയുടെ കണ്ണുകൾ പോലെ തന്നെ ഇത്തിരി നിറഞ്ഞാണ് ഇരിക്കാറ് എന്ന് പറഞ്ഞുകൊണ്ട് ലഘുകഥ തീരുകയാണ്. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ. സ്നേഹപൂർവ്വം മാളവിക.